ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി വലിയൊരു CNC മെഷീൻ വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് ഈ വരുന്ന ഈച്ചറിനകത്താണ് നമ്മുടെ CNC മെഷീൻ ഉള്ളത്. ഇനി ഇതിനെ നമ്മൾ ക്രെയിൻ വെച്ച് ഷോപ്പിലേക്ക് കയറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രെയിനും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മെഷീൻ ലോഡിംഗ് ആണ് ഗൈസ്. കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുമെങ്കിലും സംഭവം ഹെവി എക്യുപ്മെൻ്റാണ്. ഏകദേശം ഒരു 10 അടി നീളം, 12 അടി അങ്ങനെ എന്തോണ്ട് സംതിങ് അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. നമ്മുടെ ഓപ്പറേറ്റർ ഒരു അണ്ണനാണ് കേട്ടോ, തമിഴണ്ണൻ. ഓക്കെ, അപ്പോൾ മെഷീൻ അൺബോക്സിങ്. ഓക്കെ, ഇപ്പോൾ ഈ ഇരിക്കുന്ന കേട്ടോ നമ്മുടെ മെഷീൻ. ഇത് ക്രെയിനും. ഓക്കെ, സംഭവം ബെൽറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി ഹുക്കിംഗ് കേട്ടോ. ഓക്കെ, ഇങ്ങോട്ടാട്ടോ നമുക്കിത് കൊണ്ടുപോകണ്ടേ. തട്ടുമോ? തട്ടില്ലായിരിക്കും. മെഷീൻ ജഡായി കേട്ടോ. ഇവിടെ ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഭയങ്കരന്മാരെല്ലാം പൊളിക്കുന്നു. ഓക്കെ, പൈപ്പിന് ടച്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ് കുറച്ചും കൂടി ടൈറ്റ് ആക്കും കേട്ടോ. ഒരു രക്ഷയില്ല, സംഭവം മൊത്തത്തിൽ ലോക്കായിട്ടുള്ളത്. ഒരു പൊട്ടിക്ക് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പൈപ്പ് പൊട്ടും, അല്ലെങ്കിൽ ഈ മതിൽ പൊടിയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അളിയൻ അവിടെ നെറ്റിൻ്റെ ബിറ്റിട്ടിട്ട് പാത്തി അഴിച്ചിട്ടുണ്ട്. പാത്തി കൂടെ കേട്ടോ ഈ പൈപ്പിന് കണക്ഷൻ പോയേക്കുന്നത്. അഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം സ്മൂത്തായിട്ട് സംഭവം പോകുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ പൈപ്പ് സേഫ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്രെയിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഹൈഡ്രോളിക് ജാക്കി വെച്ചിട്ട് അകത്തേക്ക് കയറ്റാനുള്ള സ്കീമാണ്. അണ്ണൻ 2 വീല് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ജാക്കി വെച്ച് മെഷീൻ പൊക്കിയിട്ട് അടിയിൽ വീല് വെച്ച് കയറ്റാനുള്ള പരിപാടി കേട്ടോ.
അതിൽ കയറുമോ? അതിൽ മൂവോ പോവോ? ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറ്റാൻ പറ്റുള്ളൂ കേട്ടോ. ഭയങ്കര വെയിറ്റുള്ള ഐറ്റമാണ്, അത് കാരണം അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് എവിടെ? അവിടെ തന്നെ എങ്ങനെ അപ്പൊ ഇത് ഇങ്ങനെ തന്നെ വരണം. ഇങ്ങനെ തന്നെ വന്നിട്ട് ഇങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മൾ മെഷീൻ അങ്ങനെ അകത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ബോൾട്ട് ടൈറ്റ് ചെയ്ത് വെക്കാനാണ് കേട്ടോ തറയിൽ. ഓക്കെ, 2 വീലുണ്ട് അടിയിൽ, അതും കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അവിടെ സെറ്റ് ചെയ്യാട്ടോ. മെഷീനെ പറ്റി പറയാനുള്ളൂ റീച്ചോ താങ്കൾക്ക്? കേൾക്കുന്നില്ല. വളരെ നല്ലൊരു അഭിപ്രായമാണ്. ഇപ്പം നമുക്ക് അടിച്ചു പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിജോയുടെ വിലപ്പെട്ട അഭിപ്രായം. എനിക്കൊരു ഐറ്റം ഉള്ളതുകൊണ്ട് വലിയ തരക്കേടില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് മെഷീൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം പറയാൻ പറ്റൂടാ. എല്ലാ A to Z ഡീറ്റെയിൽസ്, XYZ 3 ആംഗിൾസ് ഓഫ് ഫങ്ഷനിങ്. പിന്നെ പെർഫോമൻസ് നമുക്ക് പിന്നെ നോക്കിയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. എന്നത്?